ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫല്ല, എന്നാലും ഇന്നൊരു ഹാപ്പി ഡേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും കാണുന്ന പോലെയൊക്കെ തന്നെയാണ്. എന്താണെന്ന് അറിയില്ല ഗൈസ്, 20 ദിവസത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുതിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും എത്തിയത്. ഇത്രയും എത്തിയെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നീ അതിന് വലിയ ഫേമസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, പിന്നെ എന്തിനിങ്ങനെ. അങ്ങനെയല്ല, 100 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ചേട്ടൻ്റെ ചെയിൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഹിപ്പ് ചെയിൻ പോലത്തെ സൈഡിലിട്ടില്ലേ ബോയ്സ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവിടെ തന്നെ കൊണ്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഓപ്പൺ ഹെയർ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ അല്ലേ, അപ്പോൾ ഇങ്ങനെ ബന്ധാനയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ കോളേജിട്ടാണ് പോണത്, ഇമാതിരി പോക്കൃത്തിലൊക്കെ കാണിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഒരിക്കലും എൻ്റെ ടീച്ചർ അങ്ങനെ ഞങ്ങൾ ഏതൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടും പോയാലും അങ്ങനത്തെ ഇടരുതെന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് തന്നെ ഇട്ടിട്ട് പോകാറ്. അങ്ങനെ അവൻ ക്യാമറയിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബന്ധാനയൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി ഞാൻ ഹെയർ ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓൾറെഡി നല്ല ചൂടാണ്, ബന്ധാനയൊക്കെ കെട്ടി കഴിയുമ്പോൾ ശോകമാവും. കാരണം ഇതൊരു സിൽക്കി ടൈപ്പുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് ഭയങ്കര ചൂടെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയൊക്കെ മെടഞ്ഞ് കെട്ടി സെറ്റായിട്ടാണ് പോയത്. പിന്നെ ഞാൻ കണ്ണിൽ 2 വിങ്സൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഞങ്ങൾ കട്ട്ലേറ്റും ലൈമൊക്കെ കുടിച്ച് അവിടെ നിന്ന് നേരെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ പോയി. ഇന്ന് ഞാൻ പെയർ ഡാൻസാണ് കേട്ടോ നോക്കിയത്, കാരണം എനിക്ക് പെയർ ഡാൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അവരെല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട്. ഇവർ നല്ലോണം കളിക്കുന്ന പിള്ളേരാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. വീട്ടിൽ പോയപ്പോൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. എനിക്കൊരു കുട്ടി ഫ്രണ്ട് ഉണ്ട്. ഞാൻ എപ്പോഴും വീട്ടിൽ വന്നിരിക്കുമ്പോൾ എപ്പോഴും വരും. ഒരാളല്ല, കുറച്ച് പേര് വരും. എൻ്റെ വാലാണെന്നാട്ടോ അവള് പറയണത്. പെണ്ണമ്മയുടെ കൂടെ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടേ, വീട്ടിൽ വന്ന് ഡാൻസ് പഠിപ്പിച്ചല്ലോ. അപ്പൊ ഇങ്ങോട്ട് വരില്ലേ? ഇന്നലെയൊക്കെ ഭീഷണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം ഇന്ന് കൊല്ലണമെന്നും പറഞ്ഞാണ് വന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി ഡാൻസ് പഠിപ്പിക്കണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒരു മുന്തിരിയുടെ ചലഞ്ച് ഇപ്പോൾ നടക്കണ്ടല്ലോ, ഈ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ചേച്ചി കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.